രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, വാർത്ത ആശ്വാസകരമല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല, 2 പേർ മരിച്ചു. രണ്ടാമത്തെ കാര്യം, ഇത് നാട്ടുകാർക്ക് അറിയില്ല എന്ന് പറയുന്നതും ശരിയല്ല. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ പോലും ഇത് ചെയ്യാൻ പാടില്ല. കാരണം ഇത് നിയമവിരുദ്ധമാണ്. ആർക്കും അങ്ങനെ സ്ഫോടക വസ്തുക്കൾ വീട്ടിലുണ്ടാക്കാനൊന്നും ഇവിടെ നിയമമില്ല. എന്നിട്ട് ഇതെങ്ങനെ നടക്കുന്നു? എന്തുകൊണ്ടിത് ഒരു കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ മാത്രം നടക്കുന്നു? ഇത് മറ്റു സ്ഥലങ്ങളിലോട്ടൊന്നും നടക്കുന്നില്ലല്ലോ. തിരുവനന്തപുരത്തൊന്നും ഇതൊന്നും ഒരു കാരണവശാലും ആരും വീട്ടിൽ സ്ഫോടനം ഉണ്ടാക്കാറില്ല, അല്ലെ വീട്ടിലാരും മരുന്നൊന്നും ഉണ്ടാക്കാറില്ല. അപ്പൊ ഇതൊരു സംസ്കാരത്തിന്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അഭയത്തിന്റെ പ്രശ്നമുണ്ട്. ഞാൻ ഒരു പാർട്ടിയെയും പറയുന്നില്ല, എല്ലാ പാർട്ടികളിലും ഈ പരിപാടി അവിടെ ഉണ്ട്, മിക്ക പാർട്ടികളിലും പരിപാടി ഉണ്ട്. ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഫാഷനാണ്. കണ്ണൂരിലൊക്കെ വ്യാപകമായിട്ട് പലയിടങ്ങളിലും ഉണ്ട്. വ്യാപകം എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും അല്ല, പല സ്ഥലങ്ങളിലും ഉണ്ട്. ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ ഇത് ഉണ്ടാക്കുക, ഇലക്ഷനിൽ തോറ്റു പോകുന്നതിനോ അല്ലെങ്കിൽ ഇലക്ഷൻ ദിവസം കുറെ പേര് സ്വന്തം പാർട്ടിക്കാരെ കൊണ്ട് വോട്ട് ചെയ്യിച്ചിട്ട് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ് ആളുകളിൽ ഭീതി ഉണ്ടാക്കുക, ഇലക്ഷൻ കഴിഞ്ഞ് തോറ്റുപോയാൽ സ്ഥാനാർത്ഥിയുടെ വീട്ടിലും ഒക്കെ പോയി എറിയുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രാകൃതമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ നമ്മൾ കാണുന്നു. ആ നാട്ടുകാരെ കുറ്റം പറയല്ലേ, എല്ലായിടത്തും ഇല്ല. കണ്ണൂരിലും എല്ലാ സ്ഥലത്തും ഇല്ല, കോഴിക്കോടും എല്ലാ സ്ഥലത്തും ഇല്ല. പക്ഷെ കുറച്ച് പ്രദേശങ്ങളിൽ ഇപ്പോഴും ഇതുണ്ട്. കൂത്തുപറമ്പ്, പാനൂർ, തലശ്ശേരി പോലുള്ള കുറെ സ്ഥലങ്ങൾ കണ്ണൂർ ജില്ലയിലുണ്ട്. അതുപോലെ കോഴിക്കോട് കുറെ സ്ഥലങ്ങൾ, പേരാമ്പ്ര, നാദാപുരം, ഈ സ്ഥലങ്ങളൊക്കെ എല്ലാ കാലവും ഇങ്ങനെ കുറച്ച് രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ചവരെന്നോ അല്ലെങ്കിൽ അന്ധമായ വിശ്വാസത്തിന്റെയൊക്കെ ഭാഗമായി തന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു പാറ്റേണേജ് കിട്ടാതെ, അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ ആളുകൾ ഇത് അറിഞ്ഞില്ല, കണ്ടില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഒന്ന്, ആളുകൾ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ആളുകൾ മേടിക്കാൻ വരും. അപ്പൊ അതിന് അധികം ആളുകൾ, നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ അധികം ആളുകൾ വീട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റും മറ്റുള്ളവർക്ക്. അപ്പൊ ഇതൊരു വളരെ പ്രധാനമായി ആസൂത്രിതമായി നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇത് ഭരണതലത്തിൽ തന്നെ ഇതിന് വലിയ ശക്തമായ ശിക്ഷാ നടപടികളും റെയ്ഡും ഒക്കെ നൽകേണ്ടതുണ്ട്. അല്ലാതെ കേവലം ഒരു ലൈസൻസിന്റെ വിഷയത്തിലല്ല. 2 പേർ മരിച്ചല്ലോ, അത് നമ്മൾ വിചാരിച്ചാൽ അവർക്ക് ജീവൻ കൊടുക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും വലിയ ഒരു ദുരന്തമാണ് ഇത്. എല്ലാ ഇലക്ഷനിലും കണ്ണൂർ, കോഴിക്കോട് ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നിരന്തരം കാണുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിന് വലിയ ജനരോഷം ഉയർന്നു വരേണ്ടതുണ്ട്, ജനാഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ട്. അതുപോലെ സർക്കാരും പഞ്ചായത്തും ഒക്കെ ശക്തമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ലൈസൻസ് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും ഇത് ലൈസൻസ് കൊടുത്തിട്ടില്ല എന്ന് പറയുമെങ്കിലും മൗനാനുവാദം കൊടുത്തു. അപ്പൊ ലൈസൻസിന് അപ്ലൈ ചെയ്തപ്പോ തന്നെ അറിയാമല്ലോ, അനധികൃതമായ ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പൊ ആ വീട്ടിൽ ഒരു മോണിറ്ററിംഗ് വെക്കണ്ടേ? പോലീസിൽ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരു മോണിറ്ററിംഗ് വെക്കണ്ടേ ആ വീട്ടിൽ? അല്ലെങ്കിൽ അയൽവക്കത്തെ വീട്ടുകാരോട് പറയണ്ടേ ഈ വീടൊന്ന് മോണിറ്റർ ചെയ്യണം, കാരണം അവർ ലൈസൻസിൽ അപ്ലൈ ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ ലൈസൻസ് കൊടുത്തിട്ടില്ല. പഞ്ചായത്ത് മെമ്പർ എന്ത് ചെയ്യണം? അവിടെ ഒരു മോണിറ്ററിംഗ് വെക്കണ്ടേ? ലൈസൻസിന് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആളെ കിട്ടിയല്ലോ, കറക്റ്റായിട്ട് അവർ ചെയ്യാൻ പോവുകയാണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഒരു മോണിറ്ററിംഗ് വെക്കണ്ടേ നമ്മൾ? എന്തെല്ലാം ചെയ്യുന്ന നാട്ടിൽ എന്തെല്ലാം സംഘടനകളുണ്ട്, എത്ര ആളുകളുണ്ട്. കുടുംബശ്രീ, ആശാ വർക്കേഴ്സ്, ഹരിതകർമ്മസേന, താഴെത്തലത്തിൽ ചെന്ന ലിറ്ററസി പ്രവർത്തകർ, താഴെത്തലത്തിൽ ഗ്രാമതലത്തിൽ ഇന്ന് പഴയ പഞ്ചായത്തിനായി സിസ്റ്റമൊന്നുമല്ല. വലിയ തരത്തിൽ ജനങ്ങളുമായി ബന്ധമുള്ള ഒരുപാട് പ്രവർത്തകർ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലുമുണ്ട്. ജസ്റ്റ് ഒരു ദിവസം അവിടെ പോയാൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. ഇലക്ഷൻ മുമ്പേ അങ്ങനെ ഒരു സംവിധാനം ഇനിയിപ്പോ തിരിച്ച് ചിന്തിക്കണം, കളക്ടറൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഇതുപോലെ പ്രശ്നബാധിതം വരാൻ സാധ്യതയുള്ളതും ഏകപക്ഷീയമായ പാർട്ടികൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ, ഏത് പാർട്ടിയായാലും, ഞാൻ ഒരു പാർട്ടിയെ പറയുകയല്ല, ഏത് പാർട്ടിയായാലും ഉള്ള സ്ഥലങ്ങളിലൊക്കെ കൃത്യമായ സംശയത്തിന്റെ റെയ്ഡുകളും മറ്റു കാര്യങ്ങളും, വിജിലൻസ് പോലുള്ള സ്ക്വാഡുകളും ആന്റി സ്ക്വാഡുകളും ഒക്കെ ഇതിന് വിരുദ്ധമായിട്ടുള്ള സ്ക്വാഡുകൾ ചെയ്യുന്നതിനെ പിടിക്കുന്നതിനുള്ള സ്ക്വാഡുകളൊക്കെ വയ്ക്കേണ്ട സമയമായി. വളരെ കൃത്യമല്ലേ ഇത്? കാരണം ഇത് ആരെങ്കിലും ഒക്കെ മേടിച്ചുകൊണ്ട് പോയെന്ന് എങ്ങനെ അറിയാം? ഈ വീട്ടിൽ നിന്ന് എത്ര പേർ ഇത് കൊണ്ടുപോയെന്നറിയാം. അവരിനി എവിടെ കൊണ്ട് പ്രയോഗിക്കുക എന്ന് ആർക്കറിയാം? ഇതെന്ത് ജനാധിപത്യമാണ്? എന്ത് സംവിധാനമാണ്? ഇങ്ങനെയാണോ നമ്മൾ വോട്ട് പിടിക്കുന്നത്? അല്ലെ ഇങ്ങനെയാണോ നമ്മൾ ഈ നാട്ടിൽ സമാധാനം സൃഷ്ടിക്കുന്നത്? ഇതെന്താണ്, എന്ത് ഡെമോക്രസിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം കൂടി, ഇതൊക്കെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? കാരണം ഇതിന്റെ ഒരു മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇത് ലൈസൻസ് എന്നുള്ളത് മാത്രമല്ല, വളരെ കൃത്യമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് ആവശ്യമുണ്ട്, പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമുണ്ട്. അതുപോലെ വെടിമരുന്ന് ഉണ്ടാക്കുന്നതിന് ഓരോന്നിന്റെയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അനുസരിച്ച് ലൈസൻസിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ പടക്കം ഉണ്ടാക്കുന്നതിനുള്ള ലൈസൻസ് അല്ല ബോംബുണ്ടാക്കാൻ ലൈസൻസില്ല ഞാൻ പറയുന്നത്. ഓരോ ഐറ്റത്തിനനുസരിച്ചും നിയമത്തിൽ വ്യത്യാസമുണ്ട്, ഫീസ് വ്യത്യാസമുണ്ട്. ഇതെല്ലാം ഉള്ള രാജ്യത്ത് നമ്മൾ. അപ്പൊ ഇത് മാത്രമല്ല, ഈ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ ആർക്കും അങ്ങനെ അനുവാദം കൊടുക്കാറില്ല. അത് അതെങ്ങനെ അനുവാദം കൊടുക്കുന്നത്? പടക്കം പോലും വളരെ കർശനമായ നിയമങ്ങളിലൂടെയാണ് പടക്കം പോലും ആളുകൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. പഴയതുപോലെ വ്യാപകമായിട്ട് പടക്കം ഉണ്ടാക്കാൻ പറ്റുന്നില്ല.
ഇത്രയും കർശനമായ നിയമം നിൽക്കുന്ന രാജ്യത്ത് പഞ്ചായത്ത് അറിഞ്ഞില്ല, ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് വളരെ 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 ബാലിശമാണ്. ആദ്യം കേസെടുക്കേണ്ടത് പഞ്ചായത്തിനെതിരെയാണ്. ജനങ്ങൾ ആദ്യം മാർച്ച് നടത്തേണ്ടത് പഞ്ചായത്തിലാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ആരാണ് അവിടെ ഭരിക്കുന്നതെന്നൊന്നും. ഞാൻ എന്നിട്ട് പറയുകയാണ്, പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് സംവിധാനവും ഒക്കെ ഇതിനല്ലേ വേണ്ടത്? പ്രാദേശിക വിജിലൻസ് ഒക്കെ കൊണ്ടുവരണ്ടേ? ജനങ്ങളുടെ വിജിലൻസ്. ഗ്രാമസഭയ്ക്കുള്ള നാടല്ലേ? എന്തിനാണ് ഇത്രയും സിസ്റ്റം? പഞ്ചായത്ത് രാജിന് 30% പൈസ താഴേക്ക് കൊടുക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ കൂടെ നോക്കാനാണ്. അപ്പൊ ഞങ്ങൾ ലൈസൻസ് കൊടുത്തില്ല എന്ന് സെക്രട്ടറി പറഞ്ഞ സെക്രട്ടറിയുടെ പേരിൽ നടപടിയെടുക്കണം. ഞാൻ വളരെ ആധികാരികമായിട്ട് പറയാം, പ്രസിഡന്റിന്റെ പേരിൽ നടപടിയെടുക്കണം, മെമ്പറുടെ പേരിൽ നടപടിയെടുക്കണം. കാരണം ഇത് വളരെ ഗുരുതരമായ വിഷയമല്ലേ. അപ്പം മൗനാനുവാദം ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? ഇത് വളരെ പ്രധാനമാണിത്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.